സ്വയം പുരോഗതിയുടെ കൂട്ടുപലിശയാണ് ശീലങ്ങൾ. കൂട്ടുപലിശയിലൂടെ പണം ഇരട്ടിക്കുന്നത് പോലെയാണ് നിങ്ങളുടെ ശീലങ്ങളുടെ ഫലം. നിങ്ങൾ അവയെ ആവർത്തിക്കുന്നത്ര കൂടുന്നത്. ഒരു ദിവസം നീക്കിയാൽ ശീലങ്ങൾ വലിയ മാറ്റമൊന്നും വരുത്തുന്നില്ല എന്ന് തോന്നുമെങ്കിലും മാസങ്ങളും വർഷങ്ങളും കൊണ്ട് അവയുണ്ടാക്കുന്ന മാറ്റം അവിശ്വസനീയമാണ്. 2, 5, 10 വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞുനോക്കുമ്പോഴാണ് നല്ല ശീലങ്ങളുടെ ഗുണവും മോശം ശീലങ്ങളുടെ വിലയും നിങ്ങൾ തിരിച്ചറിയുക. അനുദിന ജീവിതത്തിൽ ഈ ആശയം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കാം. ആ നിമിഷത്തിൽ വലിയ കാര്യമായി തോന്നാത്തതുകൊണ്ട് ചെറിയ മാറ്റങ്ങളെ നാം പലപ്പോഴും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. ഇപ്പോൾ നിങ്ങൾ അല്പം പണം സൂക്ഷിച്ചതുകൊണ്ട് നിങ്ങൾ കോടീശ്വരനാവാൻ പോകുന്നില്ല. 3 ദിവസം അടുപ്പിച്ച് ജിമ്മിൽ പോയാൽ നിങ്ങൾ മെച്ചപ്പെടില്ല. ഇന്ന് രാത്രി 1 മണിക്കൂർ മാൻഡറിൻ പഠിച്ചാൽ നിങ്ങൾ ആ ഭാഷയിലെ പണ്ഡിതനാവില്ല. ചെറിയ മാറ്റങ്ങളുടെ ഫലം പെട്ടെന്ന് കാണാൻ ഒരിക്കലും കഴിയാത്തതുകൊണ്ട് നാം അതിവേഗം ആ ശീലം ഉപേക്ഷിച്ച് നമ്മുടെ പഴയ രീതികളിലേക്ക് തിരിച്ചുപോകും. മാറ്റം അതിവേഗം നടക്കാത്തതുകൊണ്ടാണ് ചീത്ത ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നുകൂടുന്നത്. നിങ്ങൾ ഇന്ന് അനാരോഗ്യകരമായ ഒരു ഭക്ഷണം കഴിച്ചാൽ വലിയ പ്രശ്നം ഒന്നും ഉണ്ടാകില്ല. നിങ്ങൾ ഇന്ന് വൈകി ജോലി ചെയ്യുകയും നിങ്ങളുടെ കുടുംബത്തെ അവഗണിക്കുകയും ചെയ്താൽ നിങ്ങളുടെ കുടുംബം അത് കണ്ടില്ലെന്ന് വയ്ക്കും. ഇന്ന് ചെയ്യേണ്ട പദ്ധതികൾ നിങ്ങൾ നാളേക്ക് മാറ്റിവെച്ചാൽ ഒരുപക്ഷേ നിങ്ങൾക്ക് അത് ചെയ്തു തീർക്കാൻ സമയം കിട്ടിയെന്നു വരും. ഒരു ചെറിയ തീരുമാനം കണ്ടില്ലെന്ന് വയ്ക്കാൻ എളുപ്പമാണ്. എന്നാൽ 1% തെറ്റിനെ നാം ഓരോ ദിവസവും ആവർത്തിക്കുകയും മോശം തീരുമാനങ്ങൾ എടുക്കുകയും ചെറിയ തെറ്റുകൾ ആവർത്തിക്കുകയും ചെറിയ ചെറിയ ഒഴിവുകഴിവുകൾ പറയുകയും ചെയ്യുന്നതിന്റെ ആകെത്തുക മോശമായിരിക്കും. പല തെറ്റുകളുടെ ഒരു ആവർത്തനമാണ് പലപ്പോഴും വലിയ ഒരു പ്രശ്നമായി മാറുന്നത്. നിങ്ങളുടെ ശീലങ്ങളിൽ നിങ്ങൾ വരുത്തുന്ന ചെറിയ മാറ്റങ്ങൾ ഒരു വിമാനത്തിന്റെ സഞ്ചാരപഥം വളരെ ചെറിയ അളവിൽ കുറച്ചു ഡിഗ്രി വ്യതിചലിപ്പിക്കുന്നത് പോലെയാണ്. നിങ്ങൾ ലോസ് ആഞ്ചലസിൽ നിന്ന് ന്യൂയോർക്ക് സിറ്റിയിലേക്ക് പോവുകയാണെന്ന് കരുതുക. ഒരു പൈലറ്റ് യാത്രയുടെ ഗതി തെക്ക് ഭാഗത്തേക്ക് വെറും 3.5 ഡിഗ്രി മാറ്റിയാൽ നിങ്ങൾ ന്യൂയോർക്കിനു പകരം എത്തുക വാഷിംഗ്ടൺ ഡിസിയിലായിരിക്കും. ഇത്തരം ചെറിയ മാറ്റങ്ങൾ വിമാനം പുറപ്പെടുന്ന സമയത്ത് അത്ര ശ്രദ്ധിക്കപ്പെടണമെന്നില്ല. വിമാനത്തിന്റെ മൂക്ക് അല്പം ഒന്ന് നീങ്ങുന്നതേയുള്ളൂ. എന്നാൽ നിങ്ങൾ അമേരിക്കയുടെ ഭൂപടത്തിൽ ആ യാത്ര നോക്കിയാൽ സംഭവിക്കുന്ന വ്യത്യാസം നൂറുകണക്കിന് മൈലുകളുടേതായിരിക്കും. അതേപോലെ നിങ്ങളുടെ ദൈനംദിന ശീലങ്ങളിലെ ചെറിയ ഒരു മാറ്റം പോലും നിങ്ങളെ മറ്റൊരു ലക്ഷ്യസ്ഥാനത്തിൽ എത്തിക്കും. 1% നന്നാകാനോ മോശമാവാനോ തീരുമാനിക്കുന്നത് ആ സമയത്ത് പ്രധാനമായി തോന്നില്ല. എന്നാൽ കാലക്രമത്തിൽ ഈ മാറ്റങ്ങളാണ് നിങ്ങൾ ആരാണെന്നതും നിങ്ങൾ ആരാകുമായിരുന്നു എന്നതും തമ്മിലുള്ള വ്യത്യാസം സൃഷ്ടിക്കുന്നത്. ദൈനംദിന ശീലങ്ങളുടെ ആകെത്തുകയാണ് വിജയം.